വളർത്തി വലുതാക്കിയ ടീം വിട്ട് പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിപ്പോകുന്ന യുവതാരം. പുതുതായി രൂപം കൊണ്ട ടീമിന്റെ ക്യാപ്റ്റൻ റോൾ. ആദ്യ വർഷം തന്നെ ടീമിന് കിരീടം സമ്മാനിക്കുന്നു. തൊട്ടടുത്ത വർഷവും കിരീടത്തിന് തൊട്ടരിക വരെ എത്തി ടീമിനെ മികച്ചൊരു ചാമ്പ്യൻ ഫ്രാഞ്ചൈസിയാക്കി മാറ്റുന്നു. 2 വർഷങ്ങൾക്ക് ശേഷം ക്യാപ്റ്റൻ പരിവേഷത്തോടെ പഴയ ടീമിലേക്ക് തന്നെ മടക്കം. സാധാരണ ഒരു ഹീറോയെ പോലെ ആഘോഷിക്കപ്പെടേണ്ട തിരിച്ചുവരവായിരുന്നു അത്. എന്നാൽ ഹാർദിക് പാണ്ഡ്യയുടെ കാര്യത്തിൽ സംഭവിച്ചത് നേരെ മറിച്ചാണ്. കളത്തിൽ ഇറങ്ങും മുമ്പ് തന്നെ മുംബൈ ഇന്ത്യൻസിലെ സ്വന്തം ആരാധകരിൽ നിന്ന് വലിയ വിദ്വേഷവും വിമർശനവും നേരിട്ടു. ക്രിക്കറ്റ് ആരാധകരിൽ പലരും സെൽഫിഷ് പ്ലെയർ എന്ന് പരിഹസിച്ചു. 2024 മുംബൈ റിട്ടേണിൽ ആദ്യ മത്സരം അതുവരെയും താൻ നയിച്ചു ചാമ്പ്യൻ സംഘമാക്കി മാറ്റിയ ഗുജറാത്തിനെതിരെയായിരുന്നു. അതും അവരുടെ തട്ടകത്തിൽ. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ അന്നാദ്യമായി കൂക്കിവിളികളുടെയും പരിഹാസത്തിന്റെയും വേദന എന്താണെന്ന് ഹാർദിക് നേരിട്ടറിഞ്ഞു. ഹാർദിക് പന്തെറിയാൻ വന്നപ്പോഴും ബാറ്റിംഗിനിറങ്ങിയപ്പോഴും അവസരങ്ങൾ പാഴാക്കിയപ്പോഴുമൊക്കെ ഗുജറാത്ത് മുംബൈ ആരാധകർ മാറി മാറി കൂക്കി വിളിച്ചു, പരിഹസിച്ചു. മുംബൈ ക്യാപ്റ്റൻസിയിലെ ആ ആദ്യ മത്സരം തോൽക്കുകയും ചെയ്തു. തൊട്ടടുത്ത മത്സരം ഹൈദരാബാദിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ. അവിടെയും തോൽവി, പരിഹാസവും കൂക്കിവിളിയും തുടർന്നു. മൂന്നാമത്തെ മത്സരം രാജസ്ഥാനെതിരെ സ്വന്തം തട്ടകമായ വാങ്കഡയിൽ. ഹാർദിക്കിനെ കൂടുതൽ തകർത്ത് കളഞ്ഞ അനുഭവമായിരുന്നു മുംബൈയിൽ ഉണ്ടായത്. സ്വന്തം ആരാധകർ പോലും ചേരിതിരിഞ്ഞ് തന്നെ ആക്രമിക്കുന്നു. മത്സരവും തോറ്റു. നിരന്തരമായ തോൽവി. ക്യാപ്റ്റൻ എന്ന നിലയിലും താരമെന്ന നിലയിലും അമ്പേ പരാജയം. എന്നാൽ ഏതാനും മാസങ്ങൾക്ക് ശേഷം നടന്ന T20 ലോകകപ്പിൽ കൂക്ക് വിളിച്ചവരുടെയും പരിഹസിച്ചവരുടെയും എല്ലാം വായടപ്പിച്ചു അതേ ഹാർദിക്. ലോകകപ്പ് കലാശപ്പോരിൽ ഹെൻറിച്ച് ക്ലാസൻ മത്സരം ഇന്ത്യയിൽ നിന്ന് തട്ടിപ്പറിച്ചെന്ന് 140 കോടി ഇന്ത്യക്കാരും വിശ്വസിച്ച നിമിഷം ക്ലാസനെ ഋഷഭ് പന്തിന്റെ കയ്യിലെത്തിച്ച് മത്സരം തിരിച്ചു പിടിക്കുന്നു. അപ്പോഴും അവസാന ഓവറിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടിയിരുന്നത് വെറും 16 റൺസ്. നിർണായക നിമിഷം. ടീമിന്റെ ഭാരം മുഴുവൻ, 140 കോടി മനുഷ്യരുടെ പ്രതീക്ഷകൾ മുഴുവൻ ചുമലിലേറ്റിയത് ഹാർദിക്. ആദ്യ പന്തിൽ തന്നെ അപകടകാരിയായ ഡേവിഡ് മില്ലറെ ബൗണ്ടറി ലൈനിൽ സൂര്യയുടെ കൈകളിലെത്തിക്കുന്നു. കഗീസോ റബാഡയെ കൂടി പുറത്താക്കി ഹാർദിക് പതിറ്റാണ്ടിലേറെയായി കാത്തുകാത്തിരുന്ന ആ നിമിഷം ഇന്ത്യക്ക് സമ്മാനിക്കുന്നു. വിമർശനങ്ങൾക്കും ആക്ഷേപങ്ങൾക്കുമെല്ലാം മധുര പ്രതികാരം. തീയിൽ കുരുത്തവർ അങ്ങനെയാണ്. അവർ വെയിലത്ത് പാടില്ല. ഒന്നുമില്ലായ്മയിൽ നിന്നുണ്ടായവർക്ക് അങ്ങനെ ഒന്നുമല്ലാതായി പോകാനാകില്ല. മുംബൈയിലെ തെരുവിൽ കടിഞ്ഞൊരു ദരിദ്ര കുടുംബത്തിൽ നിന്ന് ഉയർന്നു വന്നവരാണ് ഹാർദിക്. അവൻ എങ്ങനെ ഒരു ചാമ്പ്യൻ താരമായി മാറിയതെന്നതിന് മുംബൈ ഇന്ത്യൻസ് ഉടമ നിത അംബാനി തന്നെ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ഹാർദിക്കിനെ കണ്ടെത്തിയ കഥ കഴിഞ്ഞ ദിവസം നിത വെളിപ്പെടുത്തിയിരുന്നു. അതിങ്ങനെയായിരുന്നു: IPL-ൽ നമ്മൾക്ക് നിശ്ചിതമായ ബജറ്റാണുള്ളത്. എല്ലാ ടീമുകൾക്കും ആ തുകയെ ചിലവഴിക്കാനാകും. അങ്ങനെയാണ് പുതിയ പ്രതിഭകളെ കണ്ടെത്താൻ മറ്റു വഴികളെക്കുറിച്ച് ഞങ്ങൾക്ക് ചിന്തിക്കേണ്ടി വന്നത്. അന്നാണ് മുംബൈ ഇന്ത്യൻസിൽ പുതിയ താരങ്ങളെ പ്രോത്സാഹിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരേണ്ടതുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് പുതിയ താരങ്ങളെ കണ്ടെത്താൻ വേണ്ടി സ്ഥിരമായി ഞാൻ എല്ലാ രഞ്ജി മത്സരവും പോയി കാണുമായിരുന്നു. ഞാനും ടീമിൻ്റെ സ്കൗട്ടിംഗ് സംഘവും എല്ലാ ആഭ്യന്തര മത്സരത്തിനും പോകും. ഒരു ദിവസം സ്കൗട്ടിംഗ് ടീം 2 യുവാക്കളെ ക്യാമ്പിലേക്ക് കൊണ്ടുവന്നു. നീണ്ടുമെലിഞ്ഞ കൊലുന്നനയുള്ള 2 പേർ. ഞാൻ അവരോട് സംസാരിച്ചു. പണമില്ലാത്തത് കാരണം 3 വർഷത്തോളമായി കാര്യമായി ഭക്ഷണം കഴിച്ചിട്ടില്ലെന്ന് അവർ പറഞ്ഞു. മാഗി നൂഡിൽസ് മാത്രമായിരുന്നത്രേ 3 കൊല്ലം അവർ കാര്യമായി കഴിച്ചിരുന്നത്. പക്ഷെ അവരിൽ ഞാനൊരു ഊർജവും ആവേശവും ഉത്സാഹവും ശ്രദ്ധിച്ചു. വലിയ കാര്യങ്ങൾ ചെയ്യണമെന്ന ദാഹം കണ്ടു. ഹാർദിക് പാണ്ഡ്യയും കൃണാൽ പാണ്ഡ്യയുമായിരുന്നു ആ സഹോദരങ്ങൾ. 2015 ലേലത്തിൽ $10,000 നൽകി ഞാൻ ഹാർദിക്കിനെ സ്വന്തമാക്കുകയും ചെയ്തു. ഇന്നിപ്പോൾ മുംബൈ ഇന്ത്യൻസിന്റെ അഭിമാനമായ ക്യാപ്റ്റനാണ് അവൻ. ഇന്ത്യയുടെ മികച്ച ഓൾറൗണ്ടർമാരിൽ ഒരാളായ ഹാർദിക്കിനെ കണ്ടെത്തിയ അനുഭവം ഇങ്ങനെയാണ് നിത പറഞ്ഞു വെക്കുന്നത്. ഇന്ത്യൻ പേസ് സെൻസേഷൻ ജസ്പ്രീത് ബുംറയെയും ഇടംകയ്യൻ ബാറ്ററായ തിലക് വർമ്മയെയും കണ്ടെത്തി രാജ്യത്തിന് സംഭാവന ചെയ്തതിന്റെ ക്രെഡിറ്റും തങ്ങൾക്കാണെന്ന് നിത പറയുന്നുണ്ട്. തൊട്ടടുത്ത വർഷം അപൂർവമായ ശരീരഭാഷയുള്ള ഒരു യുവ ക്രിക്കറ്ററെ സ്കൗട്ട് ടീം കണ്ടെത്തി. അവൻ പന്തെറിയുന്നത് കാണാൻ പറഞ്ഞു. ഞങ്ങൾ അവനെ നിരീക്ഷിച്ചു. പന്തിനോട് സംസാരിക്കാൻ മാത്രമേ അവന് കഴിയൂവെന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. അതാണ് നമ്മുടെ ബുംറ. പിന്നീട് സംഭവിച്ചതെല്ലാം ചരിത്രമാണ്. കഴിഞ്ഞ വർഷം തിലക് വർമ്മയെ ഞങ്ങൾ ഇറക്കി. ഇന്നിപ്പോൾ ടീം ഇന്ത്യയുടെ അഭിമാന താരമാണ് അവൻ. ഇന്ത്യയുടെ ക്രിക്കറ്റ് നഴ്സറിയാണ് മുംബൈ ഇന്ത്യൻസ് എന്ന് പറയുന്നത് അതുകൊണ്ടെല്ലാമാണെന്ന് കൃത്യമായി പറയുന്നു നിത. ബോസ്റ്റണിൽ നടന്ന ഹാർവാർഡ് ഇന്ത്യ കോൺക്ലേവിലായിരുന്നു സ്വന്തം ജീവിതാനുഭവങ്ങൾക്കിടെ മുംബൈ ഇന്ത്യൻസിന്റെ സംഭാവനകളെക്കുറിച്ചും അവർ മനസ്സ് തുറന്നത്.